ഏറെ വാശിയേറിയ മത്സരങ്ങൾ കാഴ്ചവെക്കാൻ ഇവിടെ സഹായിച്ച ക്ലബ്ബുകൾക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കും. ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ വസന്തൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു അവർക്കളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബഹുമാന്യ ജനപ്രതിനിധികൾ, ബഹുജനങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഇങ്ങനെ ഇന്നിവിടെ എത്തിച്ചേർന്നുള്ള മുഴുവൻ പേരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ ബിജു പി വൈസ് പ്രസിഡന്റിനെ ക്ഷണിച്ചു. ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബിജു അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം നവംബർ 30 തുടക്കം കുറിച്ച് ഡിസംബർ 8 വെറും 8 ദിവസ കാലയളവിൽ ഏകദേശം 50ഓളം ഗെയിംസ് മത്സരങ്ങളും അതേപോലെ തന്നെ അത്ലറ്റിക് മത്സരങ്ങളും അതേപോലെ തന്നെ ഇന്നിവിടെ നടക്കുന്ന കലാമത്സരങ്ങൾക്കും സമാപനം കുറിക്കുകയാണ്. കേരളോത്സവം കൊണ്ട് പഞ്ചായത്തും ഗവൺമെൻറ്റും ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഈ തലമുറയെ കലാപരമായും കായികപരമായും അതേപോലെ തന്നെ സാംസ്കാരികപരമായും ഒത്തുചേർന്ന് അവർക്കൊരു വേദി സംഘടിപ്പിക്കുക എന്നാണ് പഞ്ചായത്തും അതുപോലെ തന്നെ യുവജനക്ഷേമ ബോർഡും സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വേദിയിലുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവംബർ 30 ആരംഭിച്ച് ഡിസംബർ 8 ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം സമാപിക്കുകയാണ്. ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണോ നമ്മൾ കേരളോത്സവം ആരംഭിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഈ വർഷം നമുക്ക് വലിയ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസമില്ലാത്തവർക്കും അതുപോലെ തന്നെ മറ്റ് മത്സര വേദികളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കും ഉള്ള ഒരു വേദി എന്ന നിലയിലാണ് കേരളോത്സവം സംഘടിപ്പിച്ചത്. പക്ഷേ ഈ വർഷം ഒന്ന് നമുക്കറിയാം, നമ്മുടെ ചൂരൽമല വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ മേള കേരളോത്സവം നടക്കില്ല എന്നൊരു ട്രെൻഡ് പൊതുവെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളെല്ലാം പതുക്കെ ആ കാര്യത്തിലേക്ക് അങ്ങനെ കടന്നതുമില്ല. അങ്ങനെ സാവകാശങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേശീയ യുവോത്സവം ജനുവരി ആദ്യവാരം നടത്തുന്നു എന്നുള്ള അറിയിപ്പ് വന്നത്. അങ്ങനെ വന്നപ്പോൾ വളരെ പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ഇത് നടത്തി തീർക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കാലയളവ് കൊണ്ട് ഓരോ തലത്തിലുള്ളവയും ഗ്രാമപഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള മത്സരങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ഉപരികളൊന്ന് സമയബന്ധിതമായി നടത്തി തീർക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എങ്ങനെയെല്ലാമോ നമ്മൾ നടത്തി കൂട്ടുകയാണ്, ആ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വരും വർഷങ്ങളിൽ നമുക്ക് ഈ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. ഈ വർഷം ഉണ്ടായ പ്രയാസങ്ങളെല്ലാം നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ മത്സരങ്ങളിൽ ഉപരിമത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടിയവരെല്ലാം സമയബന്ധിതമായിട്ട് ആ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവർ എൻട്രികളെല്ലാം അയച്ചു എന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ ബ്ലോക്ക് തല മത്സരത്തിന് തയ്യാറെടുക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. പിന്നെ കബഡി മത്സരം നടന്നപ്പോൾ 2 ടീമുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ടീമുകളെ പങ്കെടുത്തിട്ടുള്ളൂ. അതുപോലെ ആളുകളുടെ പങ്കാളിത്ത കുറവ് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നിർബന്ധിച്ച് ആളുകളെ എൻട്രി ചെയ്യിക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ പരിപാടികളൊക്കെ വളരെ ഇങ്ങനെ ഇടുങ്ങിയ ഒരു പരിപാടിയായിട്ട് വലിയ
വലിയ ഒരു സദസ്സിന് മുമ്പാകെ നടത്തേണ്ട പരിപാടികളെല്ലാം ഈ രീതിയിലേക്ക് ആയിപ്പോയെന്നുള്ളൊരു വിഷമം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഈ മേള ഇതിൻ്റെ പഞ്ചായത്തിലെ സമാപനങ്ങൾ പൂർത്തിയാവുകയാണ്. ഒരുപാട് ഇനങ്ങളിലായിട്ട് മത്സരങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ മത്സരങ്ങളിലെല്ലാം മികച്ച ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജയിച്ചവരും തോറ്റവരുമെന്നില്ല. ഒരു മത്സരത്തിൽ യോഗ്യത നേടിയ ആളുകൾ അവർ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അല്ലാത്തവരെ നമുക്ക് വീണ്ടും അടുത്ത വർഷവും നമുക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള നമ്മുടെ ആയുധങ്ങളെല്ലാം മൂർച്ച കൂട്ടി നമ്മുടെ കഴിവുകളെല്ലാം ഒന്നുകൂടി മിനുക്കിയെടുത്ത് നമുക്ക് അടുത്ത വർഷമെങ്കിലും നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും വിജയിയാവാനും ഉള്ള ഒരു മത്സരബുദ്ധിയോടുകൂടി ഈ ഇതിൽ ഏർപ്പെടണമെന്നും ഇതൊരു കേവലം ഒരു മത്സരമായിട്ട് കാണാതെ ഇതൊരു സൗഹൃദ മത്സരമായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത വർഷവും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ കഴിവുകൾ നമുക്ക് സഹൃദയ സമക്ഷം നമുക്ക് അവതരിപ്പിക്കാനുള്ള വേദികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യം. വേദിയിലിരിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഉദ്ഘാടകനും അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ നവംബർ 30 തുടങ്ങിയ കേരളോത്സവത്തിന് ഇന്ന് സമാപ്തമായിരിക്കുകയാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ കലാശക്കൊട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ പല മത്സരങ്ങളെയും നേരിടേണ്ടി വന്നു. ഏതൊരു മത്സരത്തിലായാലും വിജയവും പരാജയവും സുനിശ്ചിതമാണ്. എല്ലാവരും വിജയിക്കുകയില്ലല്ലോ. പക്ഷെ പരാജയപ്പെടുന്നയാൾ പൂർവാധികം ശക്തിയോടെ അടുത്ത വർഷം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയമായാലും പരാജയമായാലും അതിനെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളണം. ആരോഗ്യകരമായ ഒരു മത്സരമായിരിക്കണം നടക്കേണ്ടത് എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഇന്നിവിടെ നടന്ന മത്സരങ്ങളെല്ലാം തന്നെ ആ രീതിയിലാണ് നടന്നിട്ടുള്ളത്. ചെറിയൊരു പ്രശ്നങ്ങൾ ഉടലെടുത്തെങ്കിലും അതെല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. ഇവിടെ നവംബർ 30 മുതൽ വളരെ ആവേശത്തോടെ ചില ക്ലബ്ബുകാരെല്ലാം മുന്നോട്ട് വന്ന് ഈ കേരളോത്സവം ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. തുവക്കുന്ന് ബ്രദേഴ്സ്, ലക്കി സ്റ്റാർ, റെഡ് ആർമി തുടങ്ങിയ ക്ലബ്ബുകളുടെ എല്ലാം പേരുകൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം അത്രയേറെ ആവേശമാണ് അവർ കാണിച്ചിട്ടുള്ളത്. മിക്ക ദിവസങ്ങളിലും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ക്ലബിൽ നിന്നൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ട്, മത്സരത്തിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്താറുണ്ട്. ഇപ്പം അവസാന നിമിഷത്തിൽ പോലും റിസൾട്ട് അയച്ചു തരുമോ എന്ന് ചോദിച്ച ക്ലബ്ബുകാരുണ്ട്. ഈ ആവേശം തുടർ വർഷങ്ങളിലും നിങ്ങൾ കാണിക്കണം. 40 വയസ്സ് കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അപാകതയാണ് ഇപ്പോൾ നമുക്ക് കേരളോത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പം അതിൻ്റെ പ്രായപരിധി കൂട്ടണം എന്നുള്ളൊരു ആവശ്യം കുറച്ചു കാലമായി നിരന്തരമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് കൂട്ടാൻ പറ്റിയാൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു, ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്തൻ മാഷ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത, വേദിയിലെ ജനപ്രതിനിധികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നവംബർ 30 തുടങ്ങി ഡിസംബർ 8 അവസാനിക്കും. വളരെ ധൃതി പിടിച്ച ഒരു മത്സര ടൈം ടേബിളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞകാല കേരളോത്സവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, കേരളോത്സവത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തുടർച്ചയായി ഈ എരഞ്ഞോളി പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന പുറം നാടുകളിൽ താമസിക്കുന്ന ആളുകൾ ഈ മത്സരങ്ങളിൽ വാശിയോടെ വന്ന് പങ്കാളിത്തമുണ്ട്.
ആ ഒരു വാശി ഇന്ന് സത്യത്തിൽ ഈ കേരളോത്സവത്തിന്റെ മത്സര വേദി ഇല്ല. ഇപ്പോൾ ഈ തവണയാണ് ഇടയ്ക്ക് കാലം ഒഴിച്ചാൽ ഈ ക്ലബ്ബുകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അതായിരുന്നല്ല. എല്ലാ മത്സരത്തിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിലെ വായനശാലകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ അവരുടെ ലേബലിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്തൻ മാഷ്, വേദിയിലുള്ള വാർഡ് മെമ്പർമാർ, കായിക പ്രേമികളെ, കലാപ്രേമികളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ ചടങ്ങിന് ആശംസ അറിയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയൊരു റിക്വസ്റ്റ്, നമ്മുടെ 2-3 ക്ലബ്ബുകൾ ഒഴികെ ബാക്കി വൈസ് പ്രസിഡന്റ് പറഞ്ഞു 52ഓളം ക്ലബ്ബുകൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലുണ്ട്. അവരെ എല്ലാവരും കൂടി അടുത്ത തവണയെങ്കിലും ഇതുപോലുള്ള കേരളോത്സവം പോലുള്ള പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി മാറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. തുവക്കുന്ന ബ്രദേഴ്സ്. ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിൽ ഗ്രാമത്തിന്റെ ഫുട്ബോൾ ചാമ്പ്യന്മാരായ തൂക്കം ബ്രദേഴ്സ് കടക്കുമ്പോൾ ടീമംഗങ്ങൾ ഒന്നാം സ്ഥാനം നേടിയത് തൂക്കം ബ്രദേഴ്സ് കടക്കുമ്പോൾ. നല്ല കയ്യടി കൊടുക്കണേ. ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിന്റെ 2ാം സ്ഥാനം കരസ്ഥം വഹിക്കുന്നത് കാരായി മക്കൾ. അടുത്തത് വോളിബോൾ. 1ാം സ്ഥാനം കാരായി മുക്ക് ഫ്രണ്ട്സ്. ആവേശകരമായ വോളിബോൾ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് കാരായ്മുക്ക് ടീമിന്റെ രണ്ടാം സ്ഥാനം സ്ട്രേഞ്ചേഴ്സ് വടിയിൽ പിടിക. 2ാം സ്ഥാനം സ്ട്രേഞ്ചേഴ്സ് വാടിയപ്പിടിയിലെ ടീമംഗങ്ങൾ അവരുടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത് അറിയുകയാണ്. ആവേശമായ വോളിബോൾ മത്സരത്തിന്റെ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് സ്ട്രേഞ്ചേഴ്സ് വാടിയപ്പിടിക. അടുത്തത് വടംവലി. 1ാം സ്ഥാനം തുവക്കുന്ന ബ്രദേഴ്സ്. അത്യന്തം ആവേശകരമായ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് തൂക്കം ബ്രദേഴ്സ് കുടുംബമാണ്. രണ്ടാം സ്ഥാനം അഴീക്കോടൻ മെഡൽ. വടംവലി മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് അഴീക്കോട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മലാല. അഴീക്കോട് ക്ലബിന്റെ വൈസ് പ്രസിഡന്റാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ക്രിക്കറ്റ് മത്സരത്തിൽ 1ാം സ്ഥാനം കിസാൻ ബ്രദേഴ്സ്. മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് കിഷാൻ ബ്രദേഴ്സ് കുടക്കളം. രണ്ടാം സ്ഥാനം കാരായിമുക്ക് ഫ്രണ്ട്സ്. ക്രിക്കറ്റ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് കാരായിമുക്ക്.
റെഡ് ആർമി. ആവേശകരമായ കബഡി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് റെഡ് ആർമി വടക്കുംപാട്. റെഡ് ആർമി വടക്കുംപാട് ടീമംഗങ്ങൾ അവിടെ സമ്മാനം നൽകുകയാണ്. രണ്ടാം സ്ഥാനം റെഡ് ആർമി ബി. രണ്ടാം സ്ഥാനവും റെഡ് ആർമി വടക്കുംപാട് നേടിയിരിക്കുന്നത് ഷട്ടിൽ ബാഡ്മിന്റൺ സിംഗിൾസ് ഒന്നാം സ്ഥാനം കാശിനാഥ്. ഷട്ടിൽ ബാഡ്മിന്റൺ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കാശിനാഥ്. രണ്ടാം സ്ഥാനം ആശ്രിത് തുവക്കുന്ന ബ്രദേഴ്സ്. രണ്ടാം സ്ഥാനം ആഷിദ് തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾസ് ഒന്നാം സ്ഥാനം വൈശാഖ് ആൻഡ് ആശ്രിത് ഷട്ടിൽ തുവക്കുന്ന ബാഡ്മിന്റൺ ബ്രദേഴ്സ്. ഡബിൾസ് വൈശാഖ് സിറ്റി തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. രണ്ടാം സ്ഥാനം അഭിരാഗൻ ഡിവിൻ അഴിക്കോടൻ മലായി. രണ്ടാം സ്ഥാനം അനുരാഗ് സിബിന അഴീക്കോട് മല. പഞ്ചഗുസ്തി മത്സരം സ്ത്രീകളുടെ 85 കിലോ. ഒന്നാം സ്ഥാനം ദേവപ്രിയ തുവക്കുന്ന ബ്രദേഴ്സ്. പഞ്ചഗുസ്തി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ദേവപ്രിയ തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. 85 kg men അനീസ് പി റെഡ് ആർമി. അനീസ് പി റെഡ് ആർമി. അനീസ് ബി റെഡ് ആർമി. റെഡ് ആർമിയിലെ അനീസ് കുമാറാണ് സമ്മാനം നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനം ആഷിഖ് PKD. രണ്ടാം സ്ഥാനം തൂക്കം ബ്രദേഴ്സിലെ ആഷിഖ് തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. 65 kg വുമൺ ഒന്നാം സ്ഥാനം റിയ സുശീൽ റെഡ് ആർമി. സ്ത്രീകൾക്കായുള്ള പഞ്ചഗുസ്തി മത്സരത്തിൽ സുശീൽ. രണ്ടാം സ്ഥാനം ഗോപിക സുശീൽ റെഡ് ആർമി. രണ്ടാം സ്ഥാനം ജ്യോതിക സുശീൽ റെഡ് ആർമി വടക്കുംപാട്. 65 kg below women. Sorry, men. And Aman K, Red Army. അമൻ കെ റെഡ് ആർമി. 65 കിലോ. Aman K, Red Army. അമൽ കെ റെഡ് ആർമി. ഫസ്റ്റ് പ്രൈസ്.
ഷെയ്ൻ എം TKB. ഷെയ്ഡിനെ തൂക്കം കിടക്കുമ്പോൾ പഞ്ചഗുസ്തി 75 kg men first prize നിഹാൽ ദേവ് Red Army. പഞ്ചഗുസ്തി മത്സരത്തിൽ നിഹാൽ second prize ഷാനവാസ് TKB. സെക്കൻഡ് ബേസ് ഷാനവാസ് തൂക്കം പടക്കുപാട്. സെക്കൻഡ് ബേസ് ഷാനവാസ് തൂക്കം പടക്കുപാട്. അടുത്തതായി ചെസ് മത്സരം ഫസ്റ്റ് പ്രൈസ് പ്രിയേഷ് B കിസാൻ ബ്രദേഴ്സ്. ചെസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് പ്രിയേഷ് കിസാൻ ബ്രദേഴ്സ് കൊടുക്കണം. കിസാൻ ബ്രദേഴ്സ് കൊടുക്കണം. തുറക്കുന്ന ബ്രദേഴ്സ്. സെക്കൻഡ് ബേസ് ജിതിൻ കെ തൂക്കം ബ്രദേഴ്സ് പടക്കുപാട്. മത്സരത്തിൽ പങ്കെടുക്കാൻ കാണിച്ച ആവേശം സമ്മാനം വാങ്ങുന്നതിൽ കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഷോട്ട് പുട്ട് ജൂനിയർ ബോയ്സ് ഫസ്റ്റ് പ്രൈസ് ശ്രീനാഥ്. ഷോട്ട് പുട്ട് ജൂനിയർ ബോയ്സ് ശ്രീനാഥ്. വടക്കമ്പാട്. ഷോട്ട് പുട്ട് ജൂനിയർ സെക്കൻഡ് പ്രൈസ് ആർഡി TKB. തൂക്കം ബ്രദേഴ്സ് പടക്കുപാട്. ഷോട്ട് പുട്ട് ജൂനിയർ ഗേൾസ് ഫസ്റ്റ് പ്രൈസ് നന്ദന. ഷോട്ട് പുട്ട് ജൂനിയർ ഗേൾസ് നന്ദന. ഷോട്ട് പുട്ട് സീനിയർ മാൻ മുഹമ്മദ് ലിസാൻ ഫസ്റ്റ് പ്രൈസ്. ഷോട്ട് പുട്ട് സീനിയർ ബോയ്സ് മുഹമ്മദ് നിഷാൻ സീനിയർ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് അക്ഷയ്. സെക്കൻഡ് പ്ലേസ് അക്ഷയ്. EK നായനാർ. അക്ഷയ് EK നായനാർ. ഷോട്ട് പുട്ട് വുമൺ സീനിയർ ശരണ്യ VP. ബ്രദേഴ്സ്. സീനിയർ ബ്രദേഴ്സ്. ശരണ്യ ബിബി തൂക്കം ബ്രദേഴ്സ് വടക്കുപാട്. സെക്കൻഡ് പ്രൈസ് ജിൻഷ തുവക്കൊന്ന ബ്രദേഴ്സ്. സെക്കൻഡ് പ്ലേസ് ജിൻഷ തൂക്കം ബ്രദേഴ്സ് വടക്കുപാട്. ഡിസ്കസ് ത്രോ ജൂനിയർ മാൻ ആദിൽ ഫസ്റ്റ് പ്രൈസ്. ഡിസ്കസ് ത്രോ ജൂനിയർ ആൺകുട്ടികളുടെ തുവക്കൊന്ന ബ്രദേഴ്സ്. ആദ്യം ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ഷെയ്ൻ TKB. സെക്കൻഡ് പ്രൈസ് ഷെയ്ൻ TKB. ജൂനിയർ ആൺകുട്ടി ഡിസ്കസ് ത്രോ സീനിയർ വുമൺ ശരണ്യ VP. തുവക്കൊന്ന ബ്രദേഴ്സ്. സെക്കൻഡ് പ്രൈസ് രജിഷ തുവക്കൊന്ന ബ്രദേഴ്സ്. ഡിസ്കസ് ത്രോ സീനിയർ മാൻ ഫസ്റ്റ് പ്രൈസ് ഷക്കീൽ CK Red Army.
ലക്കി സ്റ്റാർ ക്ലബ്. അശ്വിൻ ലക്കി സ്റ്റാർ ക്ലബ്. അശ്വിൻ 2 സ്റ്റാർ പടക്കുമാണ്. ജാവലിൻ ത്രോ സീനിയർ മാൻ ഫസ്റ്റ് പ്രൈസ് മുഹമ്മദ് നിസാൻ CK. Javelin throw senior man second prize Shanawaz A Lucky Star Club. Javelin throw senior woman first prize Sharanya VP Tuvakkonda Brothers. Javelin throw senior woman first prize Jinsha Tuvakkonda Brothers. Second prize. Meter junior boys first prize Akshay. Junior നാൽക്കുട്ടികളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് അക്ഷയ്. EK Nana അക്ഷയ് EK Nana. സെക്കൻഡ് പ്രൈസ് യശസ്. സെക്കൻഡ് പ്രൈസ് യശസ് ലക്കി സ്റ്റാർ പടക്കുമാണ്. യശസ് ലക്കി സ്റ്റാർ പടക്കുമാണ്. സീനിയർ ഗേൾസ് ഫസ്റ്റ് പ്രൈസ് ആതിര മത്സരം TKV പടക്കുമാണ്. ആതിര മത്സരം തൂക്കംകുദസ് പടക്കുമാണ്. Second place, Shyam Pradeep. Second place, Sayana Pradeep. Sayana Pradeep. Junior boys. First prize for the first prize for the second prize Pranab. Second prize Pranab. Pranab Lucky Star Padakumbadu. Meter junior boys. Meter race
സ്റ്റാർ വടക്കുംപാട്. ലക്കി സ്റ്റാർ വടക്കുംപാട്. ജൂനിയർ ബോയ്സ് 200 മീറ്റർ ഫസ്റ്റ് ബേസ്. പ്രദീപ് റെഡ് ആർമി വടക്കുംപാട്. റെഡ് ആർമി വടക്കുംപാട്. 200 മീറ്റർ ജൂനിയർ ബോയ്സ് സെക്കൻഡ് പ്രൈസ്. ശിവ സൂര്യ തൂക്ക് ബ്രദേഴ്സ് വടക്കുംപാട്. തൂക്ക് ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ 200 മീറ്റർ റേസ് സീനിയർ വുമൺ ഫസ്റ്റ് പ്രൈസ്. സൈന പ്രദീപ് വയലറ്റ് ഹീറോയിസ്. വയലറ്റ് ഹീറോയിസ്. റേസ് സീനിയർ വുമൺ സെക്കൻഡ് പ്രൈസ്. ആതിര വത്സൻ തൂക്ക് ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ റേസ് സീനിയർ മാൻ യശസ് NB ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. 200 മീറ്റർ റേസ് സീനിയർ പുരുഷന്മാരുടെ 200 മീറ്റർ ഓട്ടത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് അഭിനവ് രതീഷ് തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. 400 മീറ്റർ ജൂനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഫർദീൻ റെഡ് ആർമി വടക്കുംപാട്. 400 മീറ്റർ ജൂനിയർ ബോയ്സ് സെക്കൻഡ് പ്രൈസ്. ദേവദർശ് തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. 400 മീറ്റർ സീനിയർ വുമൺ ഫസ്റ്റ് പ്രൈസ്. ആതിര തൂക്കം ബ്രദേഴ്സ് വടക്കുംപാട്. 400 മീറ്റർ സീനിയർ വുമൺ സെക്കൻഡ് പ്രൈസ്. സംഗീതന ലക്കി സ്റ്റാർ വടക്കുംപാട്. വിതരണത്തിന് വേണ്ടി കഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ആർ സംഗീത അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 400 മീറ്റർ സീനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അശ്വിൻ റെഡ് ആർമി വടക്കുംപാട്. 400 മീറ്റർ സീനിയർ മാൻ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ജുനൈദ് തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ ജൂനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം നേടിക്കുന്നു ശിവസൂര്യ തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ ജൂനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം ശിവസൂര്യ തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ ജൂനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം പ്രണവ് ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. 200 മീറ്റർ സീനിയർ വുമൺ ഒന്നാം സ്ഥാനം രജിഷ തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ സീനിയർ വുമൺ രണ്ടാം സ്ഥാനം റോഷ്ന തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 200 മീറ്റർ സീനിയർ മാൻ ഒന്നാം സ്ഥാനം അശ്വിൻ റെഡ് ആർമി വടക്കുംപാട്. അശ്വിൻ റെഡ് ആർമി വടക്കുംപാട്. 200 മീറ്റർ സീനിയർ മാൻ രണ്ടാം സ്ഥാനം ജുനൈദ് KK തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 1500 മീറ്റർ ജൂനിയർ ബോയ്സ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ശിവസൂര്യ തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 1500 മീറ്റർ ജൂനിയർ ബോയ്സ് രണ്ടാം സ്ഥാനം സിജിത് PK. സിജിത് PK. 1500 മീറ്റർ സീനിയർ മാൻ ഒന്നാം സ്ഥാനം
ശ്രീനാഥ് ലക്കി സ്റ്റാർ വടക്കുംപാട്. 1500 മീറ്റർ സീനിയർ ബോയ്സ്. സീനിയർ ബോയ്സ്. രണ്ടാം സ്ഥാനം ജുനൈദ് തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. അടുത്ത സമ്മാനദായകർക്ക് വേണ്ടി ബാലിമന്ദർ സിന്ധു നമ്പറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 5000 മീറ്റർ ജൂനിയർ മാൻ. ഫസ്റ്റ് പ്രൈസ് പ്രണവ് ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. 5000 മീറ്റർ ജൂനിയർ ബോയ്സ്. രണ്ടാം സ്ഥാനം നേടിക്കുന്നത് ഷെയ്ൻ തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. 5000 മീറ്റർ മാൻ ലക്കി. രണ്ടാം സ്ഥാനം ശ്രീനാഥ് കെ ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. 5000 മീറ്റർ റേസ് മാൻ. രണ്ടാം സ്ഥാനം ആദർശ്. ഇന്നിവിടെ നടന്ന കലാമത്സരത്തിന്റെ സമ്മർദ്ദനം കുച്ചുപ്പടി. ഒന്നാം സ്ഥാനം സ്നേഹരാജ്. കുച്ചുപ്പടി. അടുത്ത സമ്മാനദാനം വിതരണം ചെയ്യുന്നത് മെമ്പർ ഷീജ അവറുകളാണ്. കുച്ചുപ്പടി. രണ്ടാം സ്ഥാനം സ്നേഹ സി സി. മോഹിനിയാട്ടം. ഒന്നാം സ്ഥാനം ഐശ്വര്യ കെ. മോഹിനിയാട്ടം. രണ്ടാം സ്ഥാനം സ്നേഹരാജ്. ഒന്നാം സ്ഥാനം ലിജിൻ അഴീക്കോട് ക്ലബ്ബ് ചോനാടം. രണ്ടാം സ്ഥാനം ആതിര പി പി ചുങ്കം ലൈബ്രറി. രണ്ടാം സ്ഥാനം ആതിര പി പി ചുങ്കം ലൈബ്രറി. ലൈറ്റ് മ്യൂസിക് മാൻ. ഒന്നാം സ്ഥാനം ഷനോബ് കെ പി തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. ലൈറ്റ് മ്യൂസിക് മാൻ. ഒന്നാം സ്ഥാനം ഷനോബ് കെ പി തൂക്കുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. ലൈറ്റ് മ്യൂസിക്. രണ്ടാം സ്ഥാനം ദേവിക രാജീവ് വടക്കുംപാട്. ലൈറ്റ് മ്യൂസിക്. ഒന്നാം സ്ഥാനം ശ്വേത ദിനേശ് അരീക്കോട് ചോനാടം. അടുത്ത സമാധാനത്തിന് വേണ്ടി എൻ്റെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സാരജി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കവിത ആലാപനം ശ്വേത ദിനേശ് അഴീക്കോട് ചോനാടം. കവിത ആലാപനം ദ്രുപദ് കെ സജിത് റെഡ് ആർമി വടക്കുംപാട്. രണ്ടാം സ്ഥാനം
മത്സരത്തിൽ ഒരാൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. നിസാം ടി തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. നിസാം ടി തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. നാടോടിപ്പാട് ഒന്നാം സ്ഥാനം അക്ഷര എം തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. നാടോടിപ്പാട് അക്ഷര എം തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. നാടോടിപ്പാട് രണ്ടാം സ്ഥാനം സനൂപ് കെ പി തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. മെഹന്തി രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ശരണ്യ തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. രണ്ടാം സ്ഥാനം തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. പെൻസിൽ ഡ്രോയിങ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ആതിര അനിൽകുമാർ അഴീക്കോട് ക്ലബ്ബ് ചവനാടം. പെൻസിൽ ഡ്രോയിങ് ഒന്നാം സ്ഥാനം ആതിര അനിൽകുമാർ. പെൻസിൽ ഡ്രോയിങ് രണ്ടാം സ്ഥാനം ആദിത്യ തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. തൂവകുന്ന ബ്രദേഴ്സ് വടക്കുംപാട്. ചുങ്കം ലൈബ്രറി ആതിര സിബി ചുങ്കം ലൈബ്രറി. സെക്കൻഡ് ബേസ് നന്ദന ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. കവിതാരചന രമന വികാസ്കാരായി ഇ കെ നായനാർ. രമന വികാസ്കാരായി ഇ കെ നായനാർ. സെക്കൻഡ് പ്ലേസ് നന്ദന കെ ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. സെക്കൻഡ് പ്ലേസ് നന്ദന കെ ലക്കി സ്റ്റാർ ക്ലബ്ബ് വടക്കുംപാട്. ചോനാടം തലശ്ശേരി. ശ്രീവത്സം റെഡിമെയ്ഡ്സ് പെരുന്നാറ്റ്. ഇക്കോ ഷോപ്പ് തോട്ടുമൽ കൃഷിഭവൻ സമീപം മങ്ങണച്ചാൽ. ആലിബ ബേക്കറി ചുങ്കം ചോനാടം. കെ എം ട്രേഡേഴ്സ് ചോനാടം. ഞങ്ങൾ അറിയിക്കുകയാണ്. സ്ട്രേഞ്ചേഴ്സ് വാഴപ്പടിക 5 പോയിന്റ്. അഴീക്കോട് മലാൽ 14 പോയിന്റ്. കിസാൻ ബ്രദേഴ്സ് 15 പോയിന്റ്. ഇ കെ നായനാർ ക്ലബ്ബ് 20 പോയിന്റ്. കാരായ്മുക്ക് ഫ്രണ്ട്സ് 20 പോയിന്റ്. അഴീക്കോടൻ ചോനാടം 25 പോയിന്റ്. ലക്കി സ്റ്റാർ 75 പോയിന്റ്. റെഡ് ആർമി 83 പോയിന്റ്. തൂവകുന്ന ബ്രദേഴ്സ് 196 പോയിന്റ്. ഈ വർഷത്തെ കേരളോത്സവത്തിന്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് റെഡ് ആർമി വടക്കുംപാട് 83 പോയിന്റ്. റെഡ് ആർമി വടക്കുംപാട് 83 പോയിന്റ്.
എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലെ കലാകായിക സാമൂഹ്യ സേവന രംഗങ്ങളിൽ ഒരുപറ്റ യുവാക്കൾക്ക് ഉണ്ടാക്കുകയായ തൂക്കുന്ന പ്രദേശ് വടക്കുമാറിന്റെ ടീം 196 പോയിന്റോടുകൂടി കേരള ഈ വർഷത്തെ എരഞ്ഞോളി പഞ്ചായത്തിന് രാജാക്കന്മാരായിരിക്കുകയാണ്. 196 പോയിന്റോടുകൂടി പ്ലീസ് അതുപോലെ തന്നെ ഇത്തവണത്തെ കൂടുതൽ പോയിന്റ് നേടിയ ഒന്നാം സ്ഥാനക്കാർക്കും രണ്ടാം സ്ഥാനക്കാർക്കുള്ള ക്യാഷ് അവാർഡുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫർണിച്ചർ 4 മൈൽ പ്രതിരൂർ വിജയലക്ഷ്മി വിജയ ബേക്കറി ചോറാണം തലശ്ശേരി സീവേഴ്സ് റെഡിമെയ്ഡ് പെരുന്നാട്ടിൽ ഇക്കോ ഷോപ്പ് തോട്ടുമൽ ഋഷിഭവൻസ് മകണിച്ച ആലിബ ബേക്കറി ചുങ്കം ചോറാണ് കെ എം ട്രേഡേഴ്സ് ചോറാണ്. കൂടുതൽ പോയിന്റ് നേടി രണ്ടാം സ്ഥാനം നേടിയ 83 പോയിന്റോടുകൂടി രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ രണ്ടാർമിക്കുള്ള 5000 രൂപ ക്യാഷ് അവാർഡ് ഏറ്റുവാനും വേണ്ടി രണ്ടാർമി പറമ്പാട്ട് ടീമംഗങ്ങളെ സഹായപൂർവ്വം ക്ഷണിക്കുകയാണ്. രണ്ടാർമി പറമ്പാട്ടിലെ ടീമംഗങ്ങളെ സഹായപൂർവ്വം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ കലാകായിക മത്സരങ്ങളിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ രാജാക്കന്മാർ 196 പോയിന്റോടുകൂടി കരസ്ഥമാക്കിയ ഗ്രൂപ്പ് പ്രദേശത്തിന് 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വടക്കുപാട് 196 പോയിന്റോടുകൂടി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിന്റെ കലാകായിക വേദികളിൽ ഏറെ സാന്നിധ്യമായിരിക്കുകയാണ് വടക്കുപാട്.
സഹായിച്ച നമ്മുടെ തീർത്ഥം ഡിജിറ്റൽ ലൈറ്റ് ആൻഡ് സൗണ്ട് എരഞ്ഞോളി മലയാളിന്റെ സൗണ്ട് എല്ലാ പരിപാടികളും ഈ പരിപാടിയിൽ